നമസ്കാരം. പുതിയ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ. വേറൊന്നുമല്ല, ഇത് ടെക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 2D വയർലെസ് സ്കാനറാണ്. എന്താണ് ഈ വയർലെസ് സ്കാനറിൻ്റെ പ്രത്യേകത? അതാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. ആ പ്രോഡക്റ്റോടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്കാനറാണ്. നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് വ്യത്യസ്തമായിട്ട് ഇതിനകത്തൊരു LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇതിനകത്തൊരു സൈഡിലൊരു LED ബീമുണ്ട്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്കാനറാണ്. അതിനേക്കാൾ ഉപരി ആക്ച്വലി നമുക്ക് ഇതിൻ്റെ നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, നമ്മൾ സാധാരണ സ്കാനറുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ബില്ലിംഗ് പർപ്പസിനാണ്. പ്രോഡക്റ്റ് സ്കാൻ ചെയ്യുക, ബില്ലടിക്കുക, അല്ലേ? അത് കൂടുതലും ഡെസ്ക്ടോപ്പുകളിലോ കമ്പ്യൂട്ടറുകളിലോ അല്ലെങ്കിൽ PC-കളിലോ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്കാനറാണ് നമുക്കിപ്പം കണ്ടിട്ടുള്ളത്, അല്ലേ? പക്ഷേ ഇപ്പോൾ വരുന്ന പല ചെറുകിട ഷോപ്പുകളിൽ ചെന്ന് നോക്കിയാൽ അവിടെ അവർ മൊബൈൽ ബില്ലടിക്കുന്ന കാണാം, ചെറിയ ആൻഡ്രോയിഡ് ഡിവൈസുകൾ ബില്ലടിക്കുന്ന കാണാം. അപ്പോൾ അത്തരം ആൻഡ്രോയിഡ് ബില്ലിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സ്കാനറുകൾ വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു സ്ഥാനത്താണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആക്ച്വലി നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിലോ ബില്ലടിക്കുമ്പം പ്രോഡക്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് എപ്പോഴും പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരു സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ എന്തൊരു എളുപ്പമാണ്. അപ്പോൾ അതാണ് ഈ ഒരു സ്കാനറിൻ്റെ പ്രത്യേകത. ഇത് അറ്റ് എ ടൈം തന്നെ നമുക്ക് 2 ആൻഡ്രോയിഡ് ഡിവൈസിൽ പെയർ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് 2 എണ്ണത്തിൽ അറ്റ് എ ടൈം പെയർ ചെയ്യാൻ പറ്റും. ഒപ്പം സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിതിന് വൈഫൈ ഡോങ്കിൾ ഇതിലൂടെ അവൈലബിൾ ആണ്. ഈ വൈഫൈ ഡോങ്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലും കണക്ടിവിറ്റി ഉണ്ട്. ഒപ്പം ഇത് വയർഡായിട്ട് ഇതിനകത്തൊരു ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വയറുണ്ട്. ആ ഒരു കേബിൾ ത്രൂ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വയർഡായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ അടുത്തത് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്തുള്ള 1D 2D ഫീച്ചർ. 1D എന്താണ്, 2D എന്താണ്? 1D എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് 1Dയുടെ ആ ഒരു പ്രത്യേകത. 2D ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് QR കോഡും സ്കാൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്തുള്ള ഈ ഡിസ്പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ അതിൻ്റെ സ്കാൻ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേ ഓൺ ആവും. ആ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിനകത്തുള്ള എത്ര ബാർകോഡ് ഇതിനകത്ത് ഇൻ്റർണലി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എത്ര സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടൈമിംഗ്, നമ്മുടെ ഈ ഇപ്പോഴത്തെ കറണ്ട് ടൈം എന്താണ്, ബാറ്ററി സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്, ഇതിൻ്റെ വൈഫൈ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്, ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും കൂടി ഇതിൻ്റെ LED ഡിസ്പ്ലേക്കകത്ത് വന്നിട്ടുണ്ട്. കാരണം ബാർകോഡിൽ ഇല്ലാത്തതാണ്. ഇതിൻ്റെ സ്കാനിങ്ങിൻ്റെ ദൂരപരിധി 100 മീറ്ററാണ്. നമ്മൾ ഓപ്പൺ ഏരിയയിൽ 100 മീറ്റർ വരെ കൊണ്ടുപോയിട്ട് ഈ ഐറ്റം സ്കാൻ ചെയ്യാൻ പറ്റും. ഒപ്പം നമ്മൾ ഗോഡൗണിലൊക്കെയാണ് നമ്മുടെ സ്റ്റോക്കെങ്കിൽ നമുക്ക് അതിനെ ചിലപ്പം ബൾക്ക് വെയിറ്റുള്ള സ്റ്റോക്കൊക്കെ ആണെങ്കിൽ എടുത്ത് നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ബിൽ കൗണ്ടറിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇത് അവിടെ പോയിട്ട് സ്കാൻ ചെയ്യും. അവിടെ ആ ഒരു ദൂരപരിധി വെച്ചിട്ട് നമുക്ക് അവിടെ പോയി സ്കാൻ ചെയ്യാൻ പറ്റും. കൂടാതെ ഒന്നിലധികം ഐറ്റംസ് നമുക്ക് സ്കാൻ ചെയ്ത് ബൾക്കായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. അതൊരു നല്ല പ്രത്യേകതയല്ലേ? അപ്പം ഒരു 10-20 ഐറ്റം നമുക്ക് അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഇമ്പോർട്ട് ചെയ്ത് കിടക്കുന്നതിനേക്കാളും അഡീഷണലായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്നത് മാത്രമായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്ത് നമ്മൾ വൺ ടൈം ഒരു 100 ഐറ്റംസ് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റം ഓൾറെഡി കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തു. ശേഷം നമ്മളൊരു 5 ഐറ്റംസ് കൂടെ എക്സ്ട്രാ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സ്കാൻ ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത 5 ഐറ്റം മാത്രമായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ ഡയറക്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിനകത്തുണ്ട്.